So guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ഫസ്റ്റ് ആൽമൈറ്റും ഡിറ്റക്റ്റീവും പ്രിൻസിപ്പളും അവർ 3 പേര് സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആൾമൈറ്റ് കണ്ടെത്തിയ ആ ഒരു പ്ലാൻ അത് അവർക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഐസമ മാസ്റ്റർ പറഞ്ഞു തന്ന ആ ഒരു ട്രിക്കാണ്. അതായത് നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടും ആൽഫാർ വണ്ണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ അങ്ങനെ വേണം ഇനി എല്ലാവരും മനസ്സിലാക്കാൻ. നമ്മളെല്ലാവരും അന്വേഷിച്ചിട്ട് അവനെ കണ്ടെത്താൻ കഴിയാത്തതിൽ നമ്മൾ ടയേർഡായി അന്വേഷണം മന്ദഗതിയിലാക്കിയതുപോലെ പുറം ലോകം അതറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ആൽഫാർ വൺ അവൻ പുറത്തേക്ക് വരൂ. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അവനെ ബോധിപ്പിക്കണം. ആ സമയത്ത് യുകെ ഉപയോഗിച്ച് തന്നെ ആ ആൽഫാർ വണ്ണിനെ പുറത്തേക്ക് കൊണ്ടുവരണം. സുഖപ്പയ്യൻ ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. വാവ്, യുകെ അവൻ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു ആശ്വാസം. യുകയുടെ പാരൻസ് ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ ആൾഫാർ വണ്ണിനെ ഫോണിലൂടെ അറിയിക്കുക. അവർ നുണ പറയുന്നത് കൃത്യമായിട്ട് ആൾഫാർ വണ്ണിന് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ ഡിവിഷനിലുള്ള ആ പർപ്പിൾ തലയൻ അവന്റെ സഹായത്താൽ നമുക്ക് ഇതിൽ ഒരു മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. തലയനാണെങ്കിൽ അവിടേക്ക് സ്റ്റൈലായിട്ട് ഒരു എൻട്രി കൊടുക്കുകയാണ്. അവനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവൻ ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് അവനെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും തിരിച്ചറിയാണ്. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിരന്തരമായിട്ടുള്ള എന്റെ ട്രെയിനിങ് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയി. യുകയുടെ പാരൻസിന്റെ മൈൻഡും ബ്രെയിനും ഒക്കെ തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയിപ്പിക്കാൻ എന്നെ കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കഴിയും. ഞാൻ ഇപ്രകാരം അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആൽഫാർ വണ്ണിന് അവർ പറയുന്നത് നുണയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല. ചുറ്റുമുള്ളവരെല്ലാവരും അത് കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. സത്യത്തിൽ ഐസമ മാസ്റ്റർ ആണ് അവന്റെ ഇത്രയും വലിയൊരു ഡെവലപ്മെന്റിന് കാരണക്കാരൻ. പർപ്പിൾ തലയനാണെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു എമർജൻസി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്ലാനുകളിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അവനിപ്പോൾ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ആദ്യം ആ ആൽഫാർ വണ്ണിനെ കബളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മുടെ പ്ലാൻ കടക്കും. അതിന് നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമാണ്. നൈറ്റോ മോണോ എന്ന് പേരുള്ള ഇവനാണ് അതിനെ നമ്മളെ സഹായിക്കുക. കൊറോഗുറയുടെ ക്വിക്സ് പവർ അത് കോപ്പി ചെയ്ത് അവനത് ഉപയോഗിക്കണം. അതിനവനിപ്പോൾ അത് ട്രെയിൻ ചെയ്യണം. കട്ട് ചെയ്ത ഐസമ മാസ്റ്റർ ആണെങ്കിൽ കൊറോഗുറയെ പഴയതുപോലെ ആക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ കൊറോഗുറയാണ്, ആൽഫാർ വണ്ണിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐസമ മാസ്റ്ററിനാണെങ്കിൽ ഓൾറെഡി ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ എറേസർ പവർ ഇനി കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കൊണ്ട് കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പ്ലാനിങ് അത് നമ്പർ 1 ആണ്. തന്റെ പ്ലാനിങ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആൽഫാർ വണ്ണിനെ തന്നെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഐസമ മാസ്റ്റർ. കൊറോഗറിയുടെ പവർ അതവൻ കോപ്പി ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോസിനെ എല്ലാം തന്നെ ആൽഫാർ വണ്ണിന്റെ മുൻപിലേക്ക് ഇപ്പോ അവൻ എത്തിച്ചു. യുകയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അത്രയും കാലവും ആൽഫാർ വണ്ണിനെ ഹെൽപ്പ് ചെയ്തപ്പോൾ കിട്ടിയ കഴിഞ്ഞും വലിയൊരു സന്തോഷമാണ് ഇപ്പൊ യുകയ്ക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കഴിഞ്ഞും 10 ഇരട്ടി വില്ലന്മാരെ അവിടേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം അവരെ തല്ലിക്കൊന്ന് ആ 1 for all പവർ എടുക്കുക എന്നതാണ് അവന്റെ പ്ലാൻ. ഐസമ മാസ്റ്റർ ആണെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹോപ്പ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ആൽഫാർ വണ്ണിനെ ഡോബറെ പിടിച്ചേ പറ്റൂ. അവൻ ഡാബുറ, ഡാബി അങ്ങനെ എല്ലാവരെയും നമ്മുടെ ആൾക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും ആ ഒരു പവർ പിടിച്ചെടുക്കാനും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഡാബി ആണെങ്കിൽ തുടക്കത്തിൽ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ടോഡറാക്കി ആണെങ്കിൽ അവൻ നൈസ് പവർ വെച്ച് അത് നശിപ്പിച്ച് കളയാണ്. ഇവിടെ ആൽമൈറ്റ് നമ്മുടെ മിഷൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ സമയം എന്ന് പറയുമ്പോൾ ഒരു കേജ് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വന്ന് ആ വില്ലന്മാർ ലോക്ക് ചെയ്യാണ്. ആൽഫാർ വൺ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ഇതാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്ലാൻ? ഇവിടെ ആൽമൈറ്റും ഡിറ്റക്റ്റീവും അവരാണെങ്കിൽ കാര്യമായിട്ട് ആ വില്ലന്മാരെ തന്നെ നോക്കുകയാണ്. ഓൾറെഡി ആ ആൽമൈറ്റ് കൊടുത്ത പഞ്ച് അതില് നമ്മുടെ ഓൾറെഡി ആൽഫാർ വൺ കൊടുത്ത പഞ്ചില് നമ്മുടെ ആൽമൈറ്റ് തകർന്നു പോയതാണ്. ആളാ പഞ്ച് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് നോക്കും. അതിനുശേഷം ആ വില്ലന്മാരെ തന്നെ നോക്കുകയാണ്. ആ ഒരൊറ്റ സെക്കൻഡ് അതാണ് അവർക്ക് ആവശ്യം. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അവർ കൈവിട്ട് പോകാൻ പാടില്ല എന്ന ഡിറ്റക്റ്റീവ് പറയും. അടുത്ത നിമിഷം അവിടെ ത്രസ്റ്റ് ക്രിയേറ്റ് ആയി ആ ബോക്സ് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയം നൈറ്റോ ആണെങ്കിൽ അത് ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അവൻ ആ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആൽഫാർ വണ്ണിന് നമ്മുടെ ആൾക്കാരുടെ പദ്ധതി എന്താണെന്ന് മനസ്സിലാവുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്മാരെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമെങ്കിലും ഉടനെ ആൽഫാർ വൺ ആണെങ്കിൽ നോമോസിനെ അവരെ ഉപയോഗിച്ച് വലിയൊരു ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഉടനെ നമ്മുടെ ആൾക്കാർ അവർ ആ പോർട്ടലിന് ഡോറ് അത് അടയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഗേറ്റിലൂടെ കറക്റ്റായിട്ട് അവരെ തള്ളിവിടാൻ കഴിയുകയാണെങ്കിൽ പ്ലാൻ പകുതി സക്സസ്ഫുൾ ആയി. വില്ലന്മാർ നമ്മുടെ ആൾക്കാരുടെ കൈപ്പിടിയിലായി. പിന്നീട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ആക്ച്വലി ഈ ഒരു പ്ലാൻ തയ്യാറാക്കാൻ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് പണവും എഫേർട്ടും കഷ്ടപ്പാടും ഒക്കെ തന്നെ വേണ്ടി വന്നു. ആ ഡോമറുടെ DK പവർ ഉപയോഗിച്ച്
അവനെ കൊണ്ട് ഈസി ആയിട്ട് പലതും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമ്മുടെ ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. സോ അതും കൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ആക്കിയത്. ആ സമയത്തായിരിക്കും മറ്റൊരു പോർട്ടലിൽ നിന്ന് ഹീറോയെ ഇപ്പോൾ ആരോ പിടിച്ചു വലിക്കുന്നതായിട്ട് അവന് തോന്നുക. ഹീറോയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ആൾക്കാരും കൺഫ്യൂസ്ഡ് ആവും. ഹീറോയെ ആണെങ്കിൽ ആരോ ആ പോർട്ടലിലേക്ക് ഇപ്പോൾ വലിച്ചടുപ്പിക്കും. മറ്റുള്ളവരാരും തന്നെ അത് ശ്രദ്ധിക്കില്ല. അവൻ ആ പോർട്ടലിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ കച്ചാപ്പയും മാത്രം ആ കാര്യം കാണും. ഇവിടെ യുഗയുടെ ടെൻഷനാണെങ്കിൽ കൂടി വരികയാണ്. കാരണം ആൽഫാർ വണ്ണിനെയാണ് അവൻ ചീറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇനി അവന്റെ കാര്യം, അവന്റെ പാരന്റ്സിന്റെ കാര്യം അതെന്തായിരിക്കും എന്ന് അവൻ ചിന്തിക്കും. ആൽമൈറ്റ് മാസ്റ്റർ ആണെങ്കിൽ ആ ഫാൻറ്റ സൂപ്പർ ഹീറോയോട് യൂഗയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയും. പക്ഷെ യൂഗയുടെ ടെൻഷൻ അതിപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് വില്ലന്മാരെ ഓരോ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത ആ പയ്യനാണെങ്കിൽ ഐസമ മാസ്റ്റർ അടുത്തേക്ക് വരും. കാരണം അവൻ കറക്റ്റായിട്ട് അവന്റെ ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് ഫൈറ്റ് ചെയ്യുക എന്നതാണ്. ആൽഫാർ വണ്ണിനെയും മെയിൻ വില്ലന്മാരെ ഗുങ്ക വില്ലേജിലേക്കാണ് അവൻ എത്തിച്ചിരിക്കുന്നത്. ആൽഫാർ വണ്ണിനെ ആദ്യം അറ്റാക്ക് ചെയ്തത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഓക്സ്. പക്ഷെ ഓക്സിന്റെ അറ്റാക്കിലാണെങ്കിൽ അവന് യാതൊന്നും സംഭവിക്കില്ല. അവന്റെ ബോഡി മുഴുവൻ ഒരു ഷീൽഡ് പോലുള്ള സാധനം കവർ ചെയ്തിരിക്കുകയാണ്. ഓ നോ, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് ഓക്സ് പറയും. അതിനവൻ പറയും, അതെ, ഇത് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ എല്ലാവരെയും നാനാഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനാണല്ലേ നിങ്ങളുടെ ശ്രമം. പക്ഷേ ഇത് ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു പോയെന്ന് പറയും. അതിന് നമ്മുടെ ആൾക്കാർ ദേഷ്യപ്പെട്ടു പറയും, ഒരിക്കലുമില്ല, ഇനി നിനക്ക് രക്ഷപ്പെട്ടു പോകാനാവില്ല. മറ്റൊരു ഭാഗത്ത് ആ ഡോബിയെ കാണിക്കും. അവനുമായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ടോഡറോക്കിയും മറ്റു ചില ഹീറോസുമാണ്. മറ്റൊരു ഭാഗത്ത് ഡബോറയെയും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടേക്കും അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് സൂപ്പർ ഹീറോസ് വരും. ഇവിടെ കച്ചാ പയ്യനാണെങ്കിൽ ടെൻഷനായി ആൽമൈറ്റിന് അടുത്തേക്ക് വന്ന് വിളിച്ചു പറയും, നമ്മുടെ ഇസുക്ക് പയ്യനെ ഏതോ ഒരു പോർട്ടലിലേക്ക് ആരോ കൊണ്ടുപോയി, അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും ഒക്കുട്ടു വില്ലേജ്. അവിടേക്കാണ് ഇപ്പൊ ഹീറോയെ ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ടെലിപ്പോർട്ട് ചെയ്ത് മറ്റാരുമല്ല, ആ ടോഗ. ഗെയിനിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ കണ്ട് ഞെട്ടും. നീ എങ്ങനെ ഇവിടേക്ക് വന്നു? ആരെങ്കിലും നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണോ? അതിന് ഹീറോ പറയും, അതെ, ആരോ എന്നെ ഇവിടേക്ക് പിടിച്ചു വലിച്ചു. അവിടെ ഉണ്ടായിരുന്ന വില്ലനാണെങ്കിൽ ഇപ്പോ അവരോട് പറയും, വായോ, എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ വാശി കയറി നിൽക്കുകയാണെന്ന് പറയും. സത്യത്തിൽ ഹീറോ അവൻ നിൽക്കേണ്ട പൊസിഷനിലേക്ക് പോയിട്ടില്ല എങ്കിൽ അവർ ഫൈറ്റിൽ തോൽക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഡബോറയാണെങ്കിൽ അവനിപ്പോൾ സ്കൈലാണ് ഉള്ളതെന്ന് തിരിച്ചറിയും. അവൻ പതിയെ താഴേക്ക് വന്ന് ആ ഫ്ലോറിൽ ടച്ച് ചെയ്ത് അവിടെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ മുകൾ കോട്ടിംഗ് മാത്രം തകർന്ന് അവൻ വലിയൊരു ഫോഴ്സിൽ മുകളിലേക്ക് തെറിച്ചുപോയി ആ ബാരിയറിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആ ബാരിയറിൽ നിന്ന് വലിയ രീതിയിൽ അവന് ഷോക്ക് അടിക്കും. ആ ഇലക്ട്രിക്കൽ പവർ താങ്ങാൻ കഴിയാതെ അവൻ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയം ജീനിസ്റ്റ് ആണെങ്കിൽ അവനെ പിടിച്ചു വലിക്കുകയാണ്. ഡോമറയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്ലാസ്റ്റ് പവർ ഉപയോഗിക്കുമ്പോൾ വലിയ പാർട്ടിക്കിൾസ് വന്ന് അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ബാരിയറിൽ പോയി വീഴുമ്പോൾ അവിടെയാണെങ്കിൽ ഷോക്കും. പക്ഷെ അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും DK പവർ ഉപയോഗിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ചെറിയ കുഴി മാത്രം ക്രിയേറ്റ് ആവും. ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആ ഒരു കുഴി മാത്രം മതി. ഉടനെ ജീനിസ്റ്റ് ആണെങ്കിൽ അവനെ നോക്കി ചിരിക്കുകയാണ്. നീ എന്ത് കരുതി? ഇങ്ങനെ ഒരു ലുക്ക് ഫോൾ നിനക്ക് വിട്ടുവെക്കുമെന്നോ? ഒരിക്കലുമില്ല. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. ശരിക്കും സ്കൈലുള്ള ഒരു കേജ് പോലെയാണ്. ആക്ച്വലി ഈ ഒരു കേജിനെ മാത്രം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പറ്റം ആൾക്കാർ പുറത്തുണ്ട്. സോ നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിന്റെ തോൽവി തുടങ്ങാൻ പോവാണ്. പവർ ലീഡർ ഹട്സുമെ, ആ ഒരു പെണ്ണ്, അങ്ങനെ എല്ലാവരും ഇപ്പൊ പുറത്തുണ്ട്. അവൻ DK ചെയ്ത് ഹോള് ക്രിയേറ്റ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ അവര് അത് റെക്ടിഫൈ ചെയ്യും. ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓൾറെഡി ആ ഡബോറയായിട്ട് മുൻപ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയൊക്കെ തോൽപ്പിക്കണം, ഏതൊക്കെ മെറ്റീരിയൽസ് അവൻ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഈ 14 വയസ്സുള്ള പെൺകുട്ടിക്ക് നന്നായിട്ട് അറിയാം. അവളാണെങ്കിൽ അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഇലക്ട്രിക് മാഗ്നോ പവറിന് വേണ്ടി ഇലക്ട്രിക് പവർ ഉപയോഗിക്കുന്ന ഒരുപാട് സൂപ്പർ ഹീറോസിനെ നിരത്തി നിർത്തി അവരുടെ പവറാണ് അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവരാണെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ പവർ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ കച്ചാ പയ്യനും നെജിറയും എല്ലാവരും ഡാമുറെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഡൊബൂറയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാതെ അവന്റെ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും തന്നെ വർക്കൗട്ട് ആവില്ല. കച്ചാ പയ്യനാണെങ്കിൽ അവനെ നോക്കി കളിയാക്കും. അപ്പോഴായിരിക്കും അവൻ മനസ്സിലാക്കുക ഐസമ മാസ്റ്ററിന്റെ പവർ ഈ ഒരു സൂപ്പർ ഹീറോ പയ്യൻ കോപ്പി ചെയ്ത് ഇപ്പൊ അവന്റെ ക്വിക്സ് പവർ ഒന്നൊന്നായിട്ട് ഇറേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഐസമ മാസ്റ്ററിനാണെങ്കിൽ ടെൻഷൻ കൂടി വരും. കാരണം ഈ സമയത്ത് ഇസുക്ക് പയ്യൻ അവിടെ ആവശ്യമാണ്. അവൻ വന്ന് ആ ഒരു ഡോമുറെ ആഞ്ഞു വെട്ടി കൊല്ലുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ കഴിയും. കാരണം ഡോമുറെ ഇതുവരെ അവന്റെ ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡബോറയാണെങ്കിൽ അവന്റെ ഒരു ക്വിക്സ് പവർ ഉപയോഗിച്ച് വലിയൊരു കൈ ക്രിയേറ്റ് ചെയ്ത് അവരെ ആഞ്ഞടിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.